പഹൽഗാം ഭീകരാക്രമണത്തിൽ കശ്മീരിലെ വിഘടനവാദി സംഘടനകളിലേക്ക് NIA അന്വേഷണം. ഹുറിയത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ വീടുകളിൽ പരിശോധന. ഭീകരർ ഒരാഴ്ച മുൻപ് കശ്മീരിൽ വന്നു. കൂടുതൽ സ്ഥലങ്ങളിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടു. ഇന്ത്യയുടെ തിരിച്ചടി ഏത് സമയത്തും ഉണ്ടാവുമെന്ന ഭയത്തിൽ പാകിസ്ഥാൻ. ലഷ്കർ തലവൻ ഹാഫിസ് സെയ്ദിന്റെ സുരക്ഷ കൂട്ടി. ചാരസംഘടനയായ ISIയുടെ മേധാവിയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കി. പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് അന്വേഷണത്തോട് സഹകരിക്കാൻ പാകിസ്ഥാനോട് അമേരിക്ക. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. മോദി ഇന്ന് രാത്രി തിരുവനന്തപുരത്തെത്തും. ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള തർക്കം തുടരുന്നു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറഞ്ഞയാളാണ് പിണറായി എന്ന സതീശൻ. തുറമുഖത്തേക്കുള്ള റോഡുകളിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങൾ പതിച്ച് UDF. വേടന് ജാമ്യം നൽകിയ ഉത്തരവിലെ കോടതി പരാമർശങ്ങളിൽ വെട്ടിലായി വനം വകുപ്പ്. മാലയിൽ പുലിപ്പല്ലാണെന്ന് തെളിഞ്ഞിട്ടില്ലെന്ന് കോടതി. കുറ്റകൃത്യം ചെയ്തെന്ന് പറയാനാവില്ല. പുലിയെ വേട്ടയാടിയതായി വനം വകുപ്പിന് പരാതിയില്ലെന്നും കോടതി. കേസെടുത്തതിൽ വനം വകുപ്പിന് തെറ്റുപറ്റിയെന്ന് MV ഗോവിന്ദൻ. സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ ആശമാരുടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക്. നിരാഹാര സമരം അവസാനിപ്പിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപകൽ സമരയാത്ര. ആശമാർക്കായി സംസാരിക്കുന്നതിന് വിലക്കെന്ന് കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ്. ജെറുസലേമിൽ വൻ കാട്ടുതീ. ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 3000 ഏക്കർ കത്തി നശിച്ചു. തീയണയ്ക്കാൻ അന്താരാഷ്ട്ര സഹായം തേടി ഇസ്രയേൽ. IPLൽ മിന്നുന്ന തുടക്കമിട്ട മലയാളി താരം വിഘ്നേഷ് പുത്തൂർ പരുക്കേറ്റ് പുറത്ത്. കാൽമുട്ടിന് പരുക്കേറ്റതിനാൽ ഇനിയുള്ള മത്സരങ്ങളിൽ കളിക്കാനാവില്ല. വിഘ്നേഷിന് പകരം രഘു ശർമ്മയെ ഉൾപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ്.